കാസർഗോഡ് ചെറുവത്തൂരിൽ കൗതുകമായി ബീഡിയില മരം. ഉത്തരേന്ത്യൻ കാടുകളിലെ ഹരിത സ്വർണം എന്നറിയപ്പെടുന്ന ഈ മരം ചെറുവത്തൂരിലും തല ഉയർത്തി നിൽക്കുകയാണ്. ഛത്തീസ്ഗഡിലെ പ്രധാന കൃഷിയായ മരം കേരളത്തിൽ അപൂർവമാണ്. ബീഡി വലിക്കുന്നവർക്കും അല്ലാത്തവർക്കും ഒരുപോലെ പരിചിതമാണ് ബീഡിയില. എന്നാൽ ഈ ഇലകൾ പറിച്ചെടുക്കുന്ന തെണ്ടുമരം നമ്മുടെ നാട്ടിൽ അത്ര സുപരിചിതമല്ല. ആ കൗതുകത്തിന് വിരാമമിടുകയാണ് ചെറുവത്തൂരിലെ കാരിയിൽ ദിനേശ് ബീഡി ബ്രാഞ്ച്. തെണ്ടുമരം രണ്ടെണ്ണമുള്ളത് കണ്ണൂർ പയ്യാമ്പലത്തുള്ള ദിനേശ് ബീഡി ആസ്ഥാനത്താണ്. ആയിരക്കണക്കിന് തൊഴിലാളികൾക്ക് അന്നും ഇന്നും താങ്ങും തണലുമായി നിൽക്കുന്നത് ബീഡി തെറുപ്പം അനുബന്ധ ജോലികളുമാണ്. ഈ ഒറീസയിൽ ഇലയെടുക്കാൻ പോയപ്പോൾ അന്ന് കുരു കൊണ്ടുവന്നിട്ട് നട്ടതെന്നാണ് പറയുന്നത്. 40 കൊല്ലം അങ്ങനെ ആയിട്ടുണ്ടാവും. ഇത് നമ്മളെ നാട്ടിലാവോ എന്നില്ല, ഇതായിരിക്കും. പിന്നെ ഇത് കുറച്ച് കാലം നമ്മളടുത്ത് വില ഉപയോഗിച്ചിട്ട് വീട് തെരച്ച് കൊടുത്തിന്. ഇതിപ്പം മൂത്തു അങ്ങനെ പൊട്ടി കീറിയില്ലേ, നല്ല തിരിയല വരുമ്പോൾ അത് പറിച്ചെടുത്തിട്ട് നമ്മങ്ങനെ പ്രസ്സാക്കിയിട്ട് കെട്ടി വെച്ചിട്ട് കുറേ അന്നേരമെല്ലാം സൊസൈറ്റിയിലേക്ക് കൊടുത്തയച്ചു. മുമ്പില്ലവരെല്ലാം ഇത് തെരച്ചിട്ട് വീടിയാക്കി കൊടുത്തിന്. നല്ല പ്രസ്സായിട്ട് ഇലയാണ്, നല്ല ഇലയാണ്. അത് അതിൻ്റെ പാകത്തിന് ഉപയോഗിക്കണം. ഇനിയിപ്പം ഇല പറിക്കാനുള്ള ഇങ്ങനെ ആളെ കിട്ടുന്നില്ല, എന്നെ മരം മുറിച്ച് മാറ്റുന്നെല്ലാം പറയുന്നില്ല. കൊറമാണ്ടർ എബണിത്തണ്ട്, കെണ്ട് എന്നീ പേരിൽ അറിയപ്പെടുന്ന ബീഡിയില മരത്തിന്റെ ഇംഗ്ലീഷിലുള്ള പേര് കൊറമാണ്ടർ എബണി എന്നാണ്. ആന്ധ്ര, മഹാരാഷ്ട്ര, ഒഡീഷ, ജാർഖണ്ഡ്, രാജസ്ഥാൻ, ഗുജറാത്ത് എന്നീ സംസ്ഥാനങ്ങളിലായാണ് ഇവ കൂടുതലായി കണ്ടുവരുന്നത്. കാടുകൾക്കും പുൽമേടുകൾക്കും ഇടയിലുള്ള മേഖലകളിൽ വളരുന്ന മരത്തിൽ നിന്ന് ഗോത്രവർഗ്ഗക്കാരാണ് ഇലകൾ ശേഖരിക്കുന്നത്. പിന്നീട് ഇത് ഉണക്കിയെടുക്കുന്നു. ഛത്തീസ്ഗഡിൽ ഇത് കൃഷി ചെയ്യുന്നുണ്ട്. ഗുണനിലവാരത്തിലും ഛത്തീസ്ഗഡ് ബീഡിയിലയാണ് മുന്നിൽ. ടെണ്ടുപാത്ത എന്ന പ്രാദേശിക വിളിപ്പേരുള്ള ബീഡിയിലയെ ഹരിത സ്വർണം എന്നാണ് ഇവിടെ വിശേഷിപ്പിക്കുന്നത്. കേരള വിഷൻ ന്യൂസ്, കാസർഗോഡ്.